നമ്മൾ ഇന്നത്തെ പരിപാടി നല്ല സ്കൈ ഷോട്ട് ഉണ്ടാക്കലാണ്. സ്കൈ ഷോട്ടിന് ആവശ്യമുള്ളത് ഒരു പൈപ്പാണ്, ഇൻസുലേഷൻ, പിന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരെണ്ണം പെരി പെരി എന്ന് പറഞ്ഞ കിറ്റ്കാറ്റിൻ്റെ കമ്പനീൻ്റെ ആണ്. പിന്നെ ഇങ്ങനത്തെ വീഡിയോ പടക്കം ഒരു 5-6 വേണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനത്തെ ഒരു ന്യൂസ് പെയിൻറ്റിൻ്റെ കഷ്ണം എടുത്ത് ബോൾ ഷേപ്പ് ആക്കാം. ഇതിലൂടെ തിരികെ കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കാം. പേപ്പർ കുത്തി തിരികിയിട്ടുണ്ട്. ഇനി നമുക്കിതാ വേണം, നമുക്ക് നല്ല ഫ്ലഷ് കിക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇത് ഒരു കല്ല് പോലെ ആവും. പേപ്പറും ഫ്ലസ്ക്കും കൂടി റിയാക്ഷൻ നടന്നിട്ട് ഇനി അത് ആയിട്ട് നമുക്ക് നോക്കാം. ഇത് ഉണങ്ങട്ടെ, നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. ഏകദേശം ഈ പേപ്പർ ഇട്ടതിൻ്റെ തിക്നെസ് അനുസരിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. പരമാവധി താഴെ തന്നെ ആയിരിക്കുക. ഇതിൻ്റെ ഹോൾ കൂടാനും പാടില്ല. ഒരു ഡ്രില്ലിംഗ് മെഷീനാണ് 5 mm ബിറ്റ് ഇട്ടിട്ട് വേണം തുളയ്ക്കാൻ. വെച്ച് നോക്കാം ചൂടായിട്ടുണ്ടോ എന്ന്. ഈ ഭാഗത്തായിട്ട് ഇത് പപ്പടക്കോലാണ്. വളച്ചെടുത്തതായിരുന്നു മറ്റൊരാവശ്യത്തിന് വേണ്ടി. പിന്നെ നമുക്ക് വെടിമരുന്ന് എടുക്കാം. ഇതിൻ്റെ തിരി ആദ്യം എടുത്ത് ഒഴിവാക്കാം. 3 എണ്ണമാണ് എടുക്കുന്നത്. ഇത് ഒന്ന് നല്ല ക്വാളിറ്റി ഉള്ളതും 2 നല്ല ക്വാളിറ്റി ഉള്ളതും മറ്റ് ഒരെണ്ണം കുറച്ച് ചീപ്പായിട്ടുള്ളതുമാണ്. നിങ്ങൾ പടക്കക്കടയിൽ പോയി കഴിഞ്ഞാൽ ചെറിയ വിലക്ക് കിട്ടുന്നതാണ്. നമുക്കിതിൻ്റെ അറ്റം കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇതിൻ്റെ മരുന്ന് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് മണ്ണിൻ്റെ കട്ടയാണ്, അതൊന്നും വേണ്ട. എല്ലാത്തിനും ഒഴിവാക്കാം. മരുന്ന് മാത്രം എടുക്കാം. ഇതിൽ കൂടുതലും കറുപ്പാണ് കൂടുതലുണ്ടാവുക. പിന്നെ ഇങ്ങനത്തെ ആകുമ്പോൾ കുറച്ചും കൂടി മരുന്ന് കൂടുതലുണ്ടാവും. പിന്നെ അപ്പോൾ ഇതിപ്പോൾ അതിൽ നിന്നും ഇത്രത്തോളം മരുന്ന് മാത്രം കിട്ടും. മറ്റതിൽ നിന്നും മുഴുവനായും കറുപ്പ് പൊടിയേ കിട്ടുള്ളൂ. പരമാവധി എത്ര പൊടി എടുക്കുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ ബിൽഡ് കോട്ടിൽ നല്ല ഇതിൽ പെർഫോമൻസ്. നമുക്കപ്പോൾ ഇത്രത്തോളം പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു തിരി വേണം. ഇതിൽ നിന്ന് നല്ലൊരു തിരി ഞാൻ സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനത്തെ തിരി പരമാവധി ഒഴിവാക്കുക, കാരണം ഇതെന്ന് പറഞ്ഞാൽ സ്ലോ ആവും. ഇതിൻ്റെ പുറമെ തോലുള്ളതാണ് കിട്ടാൻ. നമുക്കിവിടെ തിരി ഇടാൻ പാകത്തിന് സെറ്റായിട്ടുണ്ട്. ഇവിടെ ഓക്കെയാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ മരുന്ന് ഇടണം. നമുക്ക് മരുന്നൊന്ന് ഇടാൻ പോവാണ്. നമുക്ക് മരുന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ താഴത്തെ ഹോൾ പൊത്തുക, അല്ലെങ്കിൽ താഴത്തെ കൂടെ പോകുന്നതാണ്. അത് തിരി അതിലുണ്ടാവും, അത് നല്ലതാണ്. കാരണം നമ്മളിടുന്ന മറ്റേ പിരിപിരിന്ന് പൊട്ടുന്ന പടക്കമാണ് നമ്മളിടുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അതിലേക്ക് എത്തണമെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇത് നമുക്കിനി തിരിയിട്ട് കൊടുക്കാം. ഇതിൽ ഏറ്റവും നല്ല തിരിയാണ് എടുക്കേണ്ടത്, കാരണം തിരിൻ്റെ നല്ല രീതിയിൽ തിരി കത്തിയാലേ പിന്നീട് നമുക്കൊരവസരം ഉണ്ടാവില്ല. നല്ല തിരി ആദ്യം തന്നെ കത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊട്ടുന്നതാണ്. നമുക്ക് നല്ലൊരു 2 പടക്കവും 2 നല്ല പടക്കവും ഒരു കുഴപ്പമില്ലാത്തൊരു കുറച്ച് ബിൽഡ് ക്വാളിറ്റി കുറഞ്ഞ പടക്കവും ഞാൻ എടുക്കുന്നുണ്ട്. ഇത് 3 കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ. ഇത് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 3 സമയത്തായി പോകും പൊട്ടൽ. ഇത് കറക്റ്റ് ആ ടൈമിങ്ങിന് പൊട്ടിയാലേ നമ്മൾ വിചാരിച്ച പെർഫോമൻസ് കിട്ടുകയുള്ളൂ. നമുക്കിതിലേക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിതുകൊണ്ടൊന്ന് കുത്തിയിട്ട് ഇറക്കി കൊടുക്കാം. താഴത്തു കൂടെ പൊടി വരും. അതാണ് കറക്റ്റ് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നല്ലൊരു സൂചനയാണത്. ഏകദേശം നമുക്ക് കറക്റ്റ് ഓക്കെയാണ്. കറക്റ്റ് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ആ പടക്കം നിൽക്കാനുള്ള ഗ്യാപ്പും ആണ് കിട്ടുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞ ടൈപ്പ് ഇതിന് മുമ്പ് 2-3 തിരി എക്സ്ട്രാ വെറുതെ ഇട്ട് കൊടുക്കുക, എന്നാലേ അതിലേക്ക് കയറുകയുള്ളൂ. ബാക്കി നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി തിരികൾ ഇഷ്ടമാതിരി ബാക്കി ഉണ്ടാവും. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം തിരിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത്
ഇങ്ങനത്തെ ഇതിനെ നമുക്ക് ഇനിയൊന്ന് ഇൻസുലേഷൻ ചെയ്ത് ഒന്ന്, ഇതിൻ്റെ കറക്റ്റ് അല്ല, ജസ്റ്റ് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഇൻസുലേഷൻ ചെയ്തെടുക്കാം. ഇൻസുലേഷൻ ചെയ്യുമ്പോൾ ഓർക്കുക, തിരി മൂടി പോകുന്ന രീതിയിലാവരുത് ഒരിക്കലും. ഇതായിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടത്തില്ല. ഇതിങ്ങനെ വെച്ച് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതങ്ങനെ റോൾ ചെയ്തെടുക്കാം. തിരി മൂടി പോകരുത്, അത് ശ്രദ്ധിക്കുക. താഴത്തേക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വെച്ച് നോക്കാം പാകമുണ്ടോ എന്ന്. വേണം ഊരണോ? ഓക്കെയാണ്. ഇത് കുറച്ച് പറ്റ ലൂസാകരുത്, എന്നാലും കുറച്ച് ടൈറ്റും വേണം. ഇതിപ്പോൾ കറക്റ്റാണ്. ഇതിലിപ്പോൾ ഇനി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം തിരിച്ച് വരത്തില്ല. അപ്പോൾ നമുക്ക് അതിനുമുമ്പ് നമുക്ക് കുറച്ചും കൂടി പൊടി അപ്ലൈ ചെയ്യണമായിരുന്നു. ചെയ്താൽ നല്ലതാണ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇതിങ്ങനെ തന്നെ ആക്കാം. പൊടി ഉണ്ടെങ്കിൽ നല്ലതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ ആണോ എന്ന് നോക്കാം. എത്തിയിട്ടില്ല എന്നാണ് ഒരു തോന്നൽ. അപ്പോൾ ഇതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഇത്ര ആയിട്ടേ ഉള്ളൂ, എന്നാലും ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. അത് കറക്റ്റായിട്ടില്ല. നമുക്കൊന്നും കൂടി ഒന്ന് താത്തി കൊടുക്കാം. താവുന്നുണ്ട്. ഓക്കെയാണ്, ഇത് പെർഫെക്റ്റ് ഓക്കെയാണ്. ഇനി നമുക്ക് വേണ്ടത്, ഇതിൽ കുറച്ചുകൂടി പൊടി ബാക്കിയുണ്ട്, അതും കൂടി അങ്ങോട്ട് തട്ടി കൊടുക്കാം. നമുക്ക് ഈ പേപ്പറിൻ്റെ തന്നെ ഏതൊരു പേപ്പറായാലും മതി. അപ്പോൾ ഇങ്ങനെ എടുത്ത് കുറച്ചുകൂടി വലിപ്പമുള്ള പീസ് വേണം. അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പീസ് വെക്കുക. ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള രീതി. ഇതെന്ന് വെച്ചാൽ പൊടി തണുക്കാതിരിക്കാനാണ്. അത് ഗ്ലൗസ് ഇട്ട് ചെയ്യുക, കാരണം ഇതൊക്കെ കെമിക്കൽസ് ആണല്ലോ, അതുകൊണ്ട് കയ്യിലാവുന്ന വലിയ നല്ലതല്ല. ഗൈസ്, നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ അപ്പോൾ നമ്മൾ ഇതിന് ഒരു ജസ്റ്റ് കവറിങ് ആയിട്ട് വന്ന് നമ്മൾ വീട്ടിലെ ബുക്കിൻ്റെ ചട്ട വെച്ചിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കവറിങ് കൂടി. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ബ്ലാസ്റ്റ് ചെയ്യാൻ പോണേ. 3, 2, 1 go. ഇത് സക്സസ്ഫുൾ ആയിരുന്നു. നൈറ്റ് വിഷൻ ഇനി നമുക്ക് അടുത്തൊരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. മെറ്റൽ അറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം എന്താ വെച്ചാൽ ഒരു സ്റ്റാൻഡ് പോലെ ചെയ്യുകയാണ്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, കല്ലുകൾ എന്തെങ്കിലും അങ്ങനെ വെച്ചാൽ മതി. പിന്നെ കുറച്ച് പണി നോക്കാം. നമ്മൾ വിചാരിച്ച പോലെ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്. ഇതിന് പുറമെ നിങ്ങൾ ഈ കാണുമ്പോൾ ഒരു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലെങ്കിലും എനിക്ക് വലിയൊരു പ്രോത്സാഹനമായിരുന്നു. താങ്ക് യു വാച്ച് ഓൾ.